ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ശനിയാഴ്ചത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുറച്ചധികം പുറത്ത് പണികളുണ്ടായിരുന്നു. കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ വെയിലത്ത്. കുറച്ച് നമ്മളെ മേലെ ചകിരി അടിക്കുന്നതിൻ്റെ ബാക്കി കുറേ കീറിയ ചാക്കും ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി. ഇപ്പോൾ 2-3 ദിവസം ഇങ്ങനെ ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാനൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വേറെ കുറച്ച് ചെടിച്ചട്ടിയിലൊക്കെ മണ്ണൊക്കെ ഒന്ന് നിറച്ച് വെക്കാനുണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതാ കിച്ചണിൽ കയറിയപ്പോൾ ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മെല്ലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ തീ മേലെ കോരിയിട്ടിട്ടൊക്കെ ആകെ നമ്മൾ അടുപ്പ് നാശകോശമായിട്ടുണ്ട്. കുറേ നാളായി തുടച്ചിട്ട്, കുറേ ദിവസമായി തുടച്ചിട്ട്. അപ്പോൾ അതൊന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫസ്റ്റ് അതൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചിമ്മിനിൻ്റെ ഈ ഒരു ടൈൽസിൻ്റെ ഭാഗം കണ്ടോ, അതും കൂടി തുടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതും കൂടി തുടക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും. അപ്പോഴത്തേക്കും 11 മണിക്കായി, മക്കൾക്ക് ഇനി വിശക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ ഞാൻ വേഗം തീയൊക്കെ കത്തിച്ച് കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ മത്തന് കറി വെക്കാമെന്ന് ഫസ്റ്റ് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ വെള്ളപ്പയർ കറിയിട്ട് കാണാനില്ല. മത്തന് വെള്ളപ്പയർ കറിയും പിന്നെ പയറുപ്പേരി വെക്കാനാണ് വിചാരിച്ചത്. അപ്പം നോക്കുമ്പോൾ വെള്ളപ്പയർ നോക്കുമ്പോൾ തിരഞ്ഞിട്ട് കാണാനില്ല. അത് കഴിഞ്ഞു തോന്നുന്നുണ്ടെന്നാണൊരു വിശ്വാസം, പക്ഷെ നോക്കിയിട്ട് കാണാനില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു മത്തനും പയറും കൂടി ഇട്ടിട്ട് വെറുതെ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ട് കടുക് പൊട്ടിക്കാം, പിന്നെ വെണ്ടയ്ക്ക കറിയും വെക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മീൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ TV-യിൽ സൺ മ്യൂസിക്കിൽ പാട്ടിട്ടപ്പോൾ ഒരു നൊസ്റ്റു പാട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും ഞാനും എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടി നടക്കുന്ന ഒരു പാട്ടായിരുന്നു കേട്ടോ. അവളിങ്ങനെ പാടിയിട്ടാണ് എനിക്ക് പാട്ടറിയാം കേട്ടോ. സിനിമ ഏതാണെന്ന് അറിയില്ല. നമ്മളെ മൂവി ഉണ്ടല്ലോ വിക്രത്തിൻ്റെ, അതിലത്തെ നടിയാണ്, പിന്നെ നടൻ വേറൊരാളാണ്, അയാളുടെ പേര്. ആ ഒരു പാട്ട് വന്ന സമയത്ത് ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ ചോറ് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, അരി ഇട്ടു. പിന്നെ അപ്പുറത്തെ വീട്ടിൽ താതം കുറച്ച് തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തൽക്കാലം മക്കളുടെ വിശപ്പൊക്കെ തൽക്കാലം അതുകൊണ്ട് അടക്കിയിട്ടുണ്ട്. പിന്നെ ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ ചൂടോടുകൂടി തേങ്ങാച്ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ, അങ്ങനെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മത്തനും കാര്യങ്ങളൊക്കെ ചെത്തിയിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ചു. നമ്മൾ ചെടി നടുമ്പോൾ ഇതിൻ്റെ അടിയിൽ പച്ചക്കറിയുടെ വേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചാരം പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് ചെടിയാണെങ്കിലും പച്ചക്കറി ആണെങ്കിലും നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ കായ ഉണ്ടാവും കേട്ടോ. അത് ഞാനിങ്ങനെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് സക്സസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ചെടീൻ്റെ മേലെ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു വളം അതിന് കിട്ടുമല്ലോ. പിന്നെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കാക്കയൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടുപോവുക ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു എന്നും, അത് അവിടെ പുറത്ത് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായിരുന്നു അവിടെ. അപ്പോൾ ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു ഗ്യാപ്പ് കൂടെ ഇങ്ങനെ നൂണ് പോകാനിട്ട് ചെയ്യുക, കാരണം അപ്പുറത്തെ സൈഡ് ഇങ്ങനെ വെയിൽ കിട്ടിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇങ്ങനെ കമ്പീൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോവുകയാണ് ചെയ്യുക. അങ്ങനെ പോയിട്ട് അവിടെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ചാക്കുകളൊക്കെ ആയിരുന്നു, അതൊക്കെ കത്തിച്ച് അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. ചോറൊന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെണ്ടക്കക്കറി അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പ് നല്ല തീ ഉണ്ടായിരുന്നു, പിന്നെ അടുപ്പിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു, ഗ്യാസ് വെറുതെ തിരിക്കണ്ടല്ലോ. അങ്ങനത്തെ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏകദേശം നമ്മളെ തീയും കാര്യങ്ങളൊക്കെ കത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇപ്പുറത്തെ ചാക്കിൽ കുറച്ചും കൂടി വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ അടിച്ചു വരുമ്പോഴൊക്കെ ഇങ്ങനെ കുട്ടികളുടെ പുറത്തിരുന്ന് മിഠായി കവറും പേപ്പറും അതൊക്കെ ഇങ്ങനെ എടുത്തൊക്കെയാണ് ചെയ്യുക. അങ്ങനെ കുറേ ആകുമ്പോൾ കത്തിക്കാണ് കേട്ടോ ചെയ്യൽ, കാരണം നമുക്ക് അവിടെ ഇവിടെ ഇടാനൊന്നും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കുറച്ചാകുമ്പോൾ കത്തിക്കാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അതവിടെ കത്തിച്ചു കേട്ടോ. പിന്നെ നമ്മളെ വെണ്ടക്കക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമ്മളെ കറിയൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. വെണ്ടക്കക്കറി ആയി. ഇതേപോലെ മത്തനും പയറും കുറച്ച് ഉപ്പേരിയും വെച്ചു. കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, എനിക്ക് മാത്രമാണ്. അപ്പോൾ ഇവർക്ക് തേങ്ങാച്ചോറും മതി പറഞ്ഞിട്ട് അവർക്ക് തേങ്ങാച്ചോറും ചിക്കൻ കറി തന്നെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോഴത്തേക്ക് അവരെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുളിപ്പിച്ച് ചോറും കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ഉറക്കാന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ TV കണ്ടിങ്ങനെ സമയം കളയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ലതല്ലേ പറഞ്ഞിട്ട് അങ്ങനെ ഉറക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചോറും കാര്യങ്ങളൊക്കെ ഇതാ കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കിടന്നപ്പോൾ. 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടത്തണം എന്ന് വിചാരിച്ചു, പക്ഷേ ചോറൊക്കെ കഴിച്ച് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 3 മണിയായി. അങ്ങനെ ഒരു 3 മണിക്ക് കിടന്ന് കുറച്ച് നേരമൊക്കെ ഫോണിലൊക്കെ ഒന്ന് റീൽസൊക്കെ കണ്ട് കിടന്നപ്പോഴത്തേക്കും 3:30. ആളെ പുതപ്പൊക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ട് പുറമാകെ വെള്ളത്തിൽ കുളിച്ച അവസ്ഥയായിരുന്നു, പുതപ്പിട്ട് മൂടിയിട്ട്. ഈ ഒരു പുതപ്പ് ഭയങ്കര ചൂടാണ് കേട്ടോ. തണുപ്പത്തൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ്, പക്ഷെ ചൂടത്ത് ഭയങ്കര ചൂടാണ് സംഭവം, വേർക്കും നന്നായിട്ട്. അങ്ങനെ അവരൊക്കെ ഉറക്കി വന്ന ശേഷമാണ് ഞാൻ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മീനൊക്കെ വിറ്റിട്ട്.
അപ്പോഴത്തേക്ക് ഇതാ 4:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. ആ സമയത്താണ് ഞാൻ ചോറ് കഴിക്കുന്നത്. അങ്ങനെ ചോറൊക്കെ കഴിച്ചതാ മീൻ വണ്ടി കഴുകാനും വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മീൻ വണ്ടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാനും. പിന്നെ അതുപോലെ മീനിന്റെ തല കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് കറി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ മീൻ വണ്ടിയിൽ ഫസ്റ്റ് മോട്ടർ ഇട്ട സമയത്ത് വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ പവർ ബട്ടണൊക്കെ ഒരു വട്ടം ഞെക്കി പിന്നെയാണ് വെള്ളം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/4 മണിക്കൂറൊക്കെ നമ്മൾ വെള്ളം അത്യാവശ്യം നന്നായിട്ട് ഫോഴ്സിൽ വരും കേട്ടോ. പിന്നെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ സ്പീഡൊക്കെ കുറയാൻ തുടങ്ങും. നമ്മുടെ കോയിൽക്കിണത്തെ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളെ വണ്ടിയിലും പിന്നെ പെട്ടിയിലൊക്കെ ഇങ്ങനെ കുറച്ച് വെള്ളമാക്കും. പിന്നെ ആ പെട്ടിത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ചകിരി പോലത്തെ സാധനമുണ്ട്, അപ്പം അതിൽ കുറച്ച് 2 ഷാമ്പു പൊട്ടിച്ചൊഴിച്ചിട്ട് അങ്ങനെ മീൻ വണ്ടി മൊത്തം കഴുകാണ്ട് ചെയ്യുക. ആ പെട്ടി നമ്മൾ സോപ്പ് ഇടുന്ന ഇട്ടിട്ട് കഴുകാറില്ല, കാരണം അത് ഡെയിലി ഇങ്ങനെ മാറ്റാറുള്ളതല്ലേ. ഇന്നത് കൊടുത്തിട്ട് നാളെ വേറെ പെട്ടിയിലുള്ള മീൻ വാങ്ങാം. അപ്പം അതുകൊണ്ട് പെട്ടിയൊന്നും കഴുകാറില്ല, ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റുന്നുള്ളൂ. നമ്മുടെ ഷാമ്പു ഒന്നും ഇട്ടിട്ട് കഴുകാറില്ല കേട്ടോ. വണ്ടി മാത്രമാണ് ഷാമ്പു ഒക്കെ ഇട്ടിട്ട് കഴുകാറുള്ളത് കേട്ടോ. കൂടുതൽ കഷ്ണമീനൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ നല്ലോണം ഇങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുക. അല്ലാത്ത ദിവസം അങ്ങനെ വലുതായിട്ട് അങ്ങനെ കഴുകേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. അല്ല, എന്നാലും കഴുകും, പക്ഷെ വല്ലാണ്ട് ഇങ്ങനെ ബ്ലഡും കാര്യങ്ങളൊക്കെ ആവണമെങ്കിൽ നമ്മളെ കഷ്ണമീനൊക്കെ വേണം കേട്ടോ. അപ്പം ഇന്ന് കഷ്ണമീനൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നല്ല ചോരയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ കഴുകാണ് കേട്ടോ. ഷാമ്പു ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കഴുകാൻ, ഉറച്ചാൽ പോവുകയില്ല. ഷാമ്പു ഉണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ, നന്നായിട്ട് നമ്മുടെ വണ്ടി ക്ലീൻ ആയിട്ട് കിട്ടും. ഈ ഷാമ്പു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് സോപ്പ് പൊടി ഇട്ടിട്ടും കഴുകാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഷാമ്പു ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ നമ്മൾ സോപ്പ് പൊടി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ മീനിങ്ങനെ വെട്ടുന്ന ഒരു മുട്ടയുണ്ട് കേട്ടോ. അപ്പം അതും ഇതേപോലെ ലാസ്റ്റ് ഇങ്ങനെ വരക്കാൻ ചെയ്യും. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ കുതിർന്ന് കിട്ടും കേട്ടോ. ലാസ്റ്റ് മീൻ എടുക്കുന്ന പാത്രങ്ങളും പിന്നെ അതുപോലെ കത്തിയും പിന്നെ ഈ മീനിങ്ങനെ കട്ട് ചെയ്യുന്ന മുട്ടയുണ്ടല്ലോ മരത്തിൻ്റെ, അതും കൂടി ലാസ്റ്റ് ഇങ്ങനെ തേക്കാനായിട്ട് ചെയ്യാം. അങ്ങനെ വണ്ടിയൊക്കെ കഴുകിയതാ പെട്ടിയും കാര്യങ്ങളൊക്കെ കയറ്റി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മുറ്റം ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. നിറയെ ചെപ്പൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ വേഗം അടിച്ചു വാരിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോഴൊക്കെ നമ്മൾ ഫോൺ വെക്കട്ടെ ഇങ്ങനെ നിലത്ത് വണ്ടിയിലും ഓരോ സാധനത്തിലൊക്കെ ഇങ്ങനെ ചാരി വെക്കണം കേട്ടോ. നിലത്ത് ട്രൈപോഡ് ഇങ്ങനെ ഇതിനൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെക്കാണ്ട് ചെയ്യുക. അതാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്, നമ്മുടെ മെറ്റലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കാണാനായിട്ട് ചെയ്യണേ. അപ്പം അങ്ങനെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാനും പിന്നെ മീൻ തല കറി വെക്കാനൊക്കെ. മീൻ തല കറി വെക്കേണ്ടതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുന്നേ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോയിട്ട് കുളിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.